ദുഃഖവെള്ളി കേവലം ഒരു ചരിത്രമല്ല, അത് സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയും സഹനത്തിന്റെ അത്യുന്നത ശൃംഗവുമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. യൂദാസിന്റെ ഒറ്റിക്കൊടുക്കലും അതിനിടയിലും പ്രകാശിച്ച യേശുവിന്റെ അളവറ്റ സ്നേഹവും ചരിത്രത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഒരു നോവാണ്. പെസഹ വ്യാഴാഴ്ച രാത്രി ഒരു മുറിയിൽ മങ്ങിയ വെളിച്ചത്തിൽ യേശുവും 12 ശിഷ്യന്മാരും ഇരിക്കുകയായിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്ന് യേശു അസ്വസ്ഥനായി പറഞ്ഞു, "നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും." ശിഷ്യന്മാർ പരസ്പരം നോക്കി ഓരോരുത്തരായി ചോദിച്ചു, "കർത്താവേ, അത് ഞാനാണോ?" അവസാനം യൂദാസും ചോദിച്ചു. യേശു ശാന്തനായി അവനോട് പറഞ്ഞു, "നീ തന്നെ." ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. യേശു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസിന്റെ പാദങ്ങളും അവിടുന്ന് കഴുകി. തന്റെ കാലുകൾ കഴുകാൻ കുനിഞ്ഞു നിൽക്കുന്ന ഗുരുവിന്റെ നെറുകയിൽ നോക്കി നിൽക്കുമ്പോഴും യൂദാസിന്റെ ഉള്ളിൽ 30 വെള്ളിക്കാശിന്റെ കടുപ്പമായിരുന്നു. എന്നിട്ടും യേശു അവനെ തള്ളിക്കളഞ്ഞില്ല. പകരം സ്നേഹത്തോടെ അവസാനമായി ഒരു അപ്പക്കഷ്ണം മുറിച്ച് അവന് നൽകി. അത് ഒരു താക്കീത് അല്ലായിരുന്നു, മറിച്ച് തിരിച്ചു വരുവാനുള്ള അവസാനത്തെ ക്ഷണമായിരുന്നു. അന്ത്യത്താഴത്തിന് ശേഷം യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം ഗെത്സമനി തോട്ടത്തിലേക്ക് നടന്നു. അവിടുന്ന് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനിനോടുമായി പറഞ്ഞു, "എന്റെ ആത്മാവ് മരിക്കത്തക്ക വിധം അത്യധികം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ." തന്റെ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ആ നിമിഷം യേശുവിലെ മനുഷ്യനെ നമുക്ക് കാണാം. അല്പം ദൂരേക്ക് മാറി യേശു നിലം പതിച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ മനസ്സ് അത്രമേൽ അസ്വസ്ഥമായിരുന്നു. വരാനിരിക്കുന്ന ശാരീരിക പീഡകളേക്കാൾ യേശുവിനെ വേദനിപ്പിച്ചത് ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും തന്നിലേക്ക് വന്നു ചേരുന്നു എന്നതായിരുന്നു. വിശുദ്ധനായ ദൈവം പാപത്തിന്റെ കൈപ്പുള്ള പാനപാത്രം കുടിക്കേണ്ടി വരുന്ന നിമിഷം യേശു പിതാവിനോട് വിളിച്ചു ചോദിച്ചു, "ആബാ പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണല്ലോ. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ." ആ പ്രാർത്ഥനയിൽ വലിയ വേദനയുണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം യേശു പറഞ്ഞു, "എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ." ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉദാത്തമായ നിമിഷമായിരുന്നു അത്. യേശുവിന്റെ മനസ്സിലെ വേദന അസഹനീയമായപ്പോൾ ശരീരത്തിൽ നിന്ന് വിയർപ്പിന് പകരം രക്തത്തുള്ളികൾ മണ്ണിലേക്ക് ഇറ്റുവീണു. വൈദ്യശാസ്ത്രം ഇതിനെ ഹേമാറ്റിഡ്രോസിസ് എന്ന് വിളിക്കുന്നു. അതിശക്തമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ ചർമ്മത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി വിയർപ്പിനോടൊപ്പം രക്തം പുറത്തുവരുന്ന അവസ്ഥയാണിത്. തന്റെ മരണം ലോകത്തിന് രക്ഷയാണെന്ന് അറിഞ്ഞിട്ടും ആ മരണത്തിന്റെ ക്രൂരത ഓർത്ത് അവിടുത്തെ മനുഷ്യ മനസ്സ് വിറച്ചുപോയി. ആശ്വാസത്തിനായി യേശു തിരികെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അവർ ഉറങ്ങുകയായിരുന്നു. തന്റെ വേദനയിൽ കൂട്ടിരിക്കുമെന്ന് കരുതിയവർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ആ ഹൃദയം വീണ്ടും മിങ്ങി. "1 മണിക്കൂർ പോലും എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ" എന്ന അവിടുത്തെ ചോദ്യം ഒരു പരാതിയല്ലായിരുന്നു, മറിച്ച് ഒരു ഏകാന്ത മനസ്സിന്റെ തേങ്ങലായിരുന്നു. 3-ാം പ്രാവശ്യം പ്രാർത്ഥിച്ച് എഴുന്നേറ്റപ്പോൾ യേശുവിന്റെ മുഖത്ത് വലിയ ഒരു ശാന്തതയുണ്ടായിരുന്നു. ഭയത്തെ അവിടുന്ന് സ്നേഹം കൊണ്ട് കീഴടക്കി. തന്നെ ഒറ്റിക്കൊടുക്കാൻ വരുന്ന യൂദാസിനെയും പടയാളികളെയും നേരിടാൻ അവിടുന്ന് തയ്യാറായി കഴിഞ്ഞു. ഗെത്സമനിയിലെ ആത്മസംഘർഷം യേശുവിനെ തളർത്തുകയല്ല, മറിച്ച് കുരിശിലെ വലിയ ബലിക്ക് ഒരുങ്ങുകയാണ് ചെയ്തത്. രാത്രിയുടെ നിശബ്ദതയിൽ ഒലിവുമരങ്ങൾക്കിടയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യേശുവിന്റെ അടുത്തേക്ക് പന്തങ്ങളും ആയുധങ്ങളുമായി ഒരു കൂട്ടം ആളുകളെത്തി. അവർക്കു മുന്നിൽ യൂദാസായിരുന്നു. അവൻ മുൻകൂട്ടി ഒരടയാളം നൽകിയിരുന്നു. "ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെയാണ് ആൾ." യൂദാസ് യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആ ചുംബനം അവിടുത്തെ കവിളിൽ നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു, "ഗുരോ വന്ദനം." ആ നിമിഷം യേശു അവനെ നോക്കി വിളിച്ച വാക്ക് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. അവിടുന്ന് അവനെ ദ്രോഹിയെന്നോ പാപി എന്നോ വിളിച്ചില്ല. പകരം, "സ്നേഹിത, നീ എന്തിനാണ് വന്നിരിക്കുന്നത്?" എന്നാണ് ചോദിച്ചത്. മത്തായി 26-ാം അധ്യായം 50-ാം തിരുവാക്യത്തിൽ ഇത് വായിക്കാവുന്നതാണ്. തന്നെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ പോലും സ്നേഹിത എന്ന് വിളിക്കാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ.
യേശുവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. ദൂരെ നിന്ന് ഇത് കണ്ടുനിന്ന യൂദാസിന്റെ ഉള്ളിൽ പെട്ടെന്ന് വെളിച്ചം വീണു. താൻ ചെയ്തത് എത്ര വലിയ അപരാധമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. യൂദാസ് ആ വെള്ളിക്കാശുമായി പുരോഹിതന്മാരുടെ അടുത്തേക്ക് ഓടി. ഞാൻ നിരപരാധിയായ രക്തത്തെ ഒറ്റിക്കൊടുത്തതുകൊണ്ട് പാപം ചെയ്തിരിക്കുന്നു എന്ന് നിലവിളിച്ചു. പക്ഷേ അവർ അവനെ പരിഹസിച്ചു. ആ വെള്ളിക്കാശ് ദേവാലയത്തിൽ എറിഞ്ഞുകളഞ്ഞ് യൂദാസ് ഇറങ്ങിപ്പോയി. അവന്റെ ഉള്ളിലെ വേദന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ പത്രോസിനെ പോലെ ക്രിസ്തുവിന്റെ കരുണയിൽ വിശ്വസിക്കാൻ യൂദാസിന് കഴിഞ്ഞില്ല. ആ നിരാശയിൽ യൂദാസ് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, യൂദാസ് യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും യേശു യൂദാസിനെ തള്ളിപ്പറഞ്ഞില്ല. തന്നെ കൊലയ്ക്കു കൊടുക്കുന്നവനോടും സ്നേഹത്തോടെ പെരുമാറുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യൂദാസ് മടങ്ങി വരുന്നെങ്കിൽ യേശു അവനോട് ക്ഷമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കുരിശിൽ കിടന്ന് തന്നെ തറച്ചവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചവനാണ് യേശു. ദൈവത്തിന്റെ സ്നേഹത്തിന് അതിരുകളില്ല. എത്ര വലിയ തെറ്റു ചെയ്താലും അവിടുന്ന് നമ്മെ സ്നേഹിത എന്ന് വിളിക്കുവാൻ കാത്തിരിക്കുകയാണ്. ആ സ്നേഹത്തിലേക്ക് തിരികെ വരാനുള്ള എളിമയാണ് നമുക്ക് വേണ്ടത്. പാപിയെയല്ല, പാപത്തെയാണ് ദൈവം വെറുക്കുന്നത്. യൂദാസ് ചെയ്ത പ്രവൃത്തിയെ അവിടുന്ന് വെറുത്തിട്ടുണ്ടാകാം. എന്നാൽ യൂദാസ് എന്ന മനുഷ്യനെ അവിടുന്ന് അപ്പോഴും സ്നേഹിച്ചിരുന്നു. യഹൂദ നിയമങ്ങൾ പ്രകാരം ഒരു പ്രതിയെ രാത്രിയിൽ വിചാരണ ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരുന്നു. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ ഇത് ലംഘിക്കപ്പെട്ടു. പ്രധാനമായും 4 ഘട്ടങ്ങളായി, അതായത് 4 വ്യത്യസ്ത കോടതികളിൽ നടന്ന ആ വിചാരണകളെക്കുറിച്ച് അറിയാം. ആദ്യം യേശുവിനെ മുൻ മഹാപുരോഹിതനായ അന്നാസിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. ഇതൊരു അനൗദ്യോഗികമായ ചോദ്യം ചെയ്യലായിരുന്നു. അതിനുശേഷം അന്നത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിന്റെ വീട്ടിൽ വച്ച് രാത്രിയിൽ തന്നെ വിചാരണ നടന്നു. കള്ളസാക്ഷികളെ നിരത്തി യേശുവിനെതിരെ കുറ്റം ചുമത്താൻ അവർ ശ്രമിച്ചു. അതിനുശേഷം യഹൂദന്മാർക്ക് ഒരാളെ വധിക്കുവാൻ നിയമപരമായ അധികാരമില്ലാത്തതിനാൽ അവർ യേശുവിനെ റോമൻ അധികാരികൾക്ക് കൈമാറി. റോമൻ ഗവർണറായ പീലാത്തോസ് യേശുവിൽ കുറ്റമൊന്നും കണ്ടില്ല. എന്നാൽ ജനക്കൂട്ടത്തിന്റെ നിർബന്ധം കാരണം അദ്ദേഹം യേശുവിനെ ഹേരോദാവിന്റെ അടുത്തേക്ക് അയച്ചു. ഗലീലയുടെ ഭരണാധികാരിയായ ഹേരോദാവ് യേശുവിനെ പരിഹസിക്കുകയും തിരികെ പീലാത്തോസിന്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു. ഒടുവിൽ പീലാത്തോസ് മരണവിധി പ്രസ്താവിച്ചു. രാത്രി വിചാരണ പാടില്ലെന്ന യഹൂദ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കാം. യഹൂദന്മാരുടെ പരമോന്നത നീതിന്യായ സഭയായ സൻഹദ്രിൻ പാലിക്കേണ്ടിയിരുന്ന ചില പ്രധാന നിയമങ്ങൾ അറിയാം. ജീവപര്യന്ത ശിക്ഷയോ വധശിക്ഷയോ ലഭിക്കാവുന്ന കേസുകൾ പകൽ സമയത്ത് മാത്രമേ വിചാരണ ചെയ്യാൻ പാടുകയുള്ളൂ. അത് പകൽ തന്നെ അവസാനിക്കുകയും വേണം. വധശിക്ഷ നൽകുന്ന ഒരു വിധി കേസ് കേട്ട അന്ന് തന്നെ പുറപ്പെടുവിക്കാൻ പാടില്ല. പ്രതിക്ക് അനുകൂലമായ തെളിവുകൾ വരാൻ സമയം നൽകുന്നതിനു വേണ്ടിയാണിത്. വിചാരണ നടക്കേണ്ടത് ദൈവാലയത്തിലെ പ്രത്യേക ഹാളിലായിരിക്കണം. എന്നാൽ യേശുവിനെ മഹാപുരോഹിതന്റെ വീട്ടിൽ വച്ചാണ് വിചാരണ ചെയ്തത്. പെരുന്നാൾ ദിവസങ്ങളിലോ അതിന് തലേ ദിവസമോ വിചാരണ നടത്താൻ പാടില്ലായിരുന്നു. യേശുവിനെ വിചാരണ ചെയ്തത് പെസഹ പെരുന്നാളിനോട് അനുബന്ധിച്ചായിരുന്നു. ചുരുക്കത്തിൽ സ്വന്തം നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അന്ന് യഹൂദ മത നേതാക്കൾ ആ വിചാരണ നടത്തിയത്. നീതി നടപ്പാക്കുന്നതിനേക്കാൾ യേശുവിനെ എത്രയും വേഗം ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് വിധി കേട്ട് പുറത്തിറങ്ങിയ യേശുവിന്റെ ശരീരം അപ്പോഴേക്കും തകർന്നിരുന്നു. രാത്രി മുഴുവൻ ഉറക്കമില്ലാത്ത വിചാരണകൾ, ശരീരമാസകലം ചാട്ടവാറടിയേറ്റ മുറിവുകൾ, തലയിൽ ആഴ്ന്നിറങ്ങിയ മുൾക്കിരീടം. ആ അവസ്ഥയിലാണ് പരുക്കൻ മരം കൊണ്ടുള്ള വലിയൊരു കുരിശ് അവിടുത്തെ തോളിലേക്ക് വച്ചുകൊടുത്തത്. ആ മരത്തിന്റെ ഭാരത്തേക്കാൾ യേശുവിനെ വേദനിപ്പിച്ചത് തന്നെ സ്നേഹിച്ച ജനക്കൂട്ടം ഇപ്പോൾ തനിക്കെതിരെ നിൽക്കുന്നു എന്നതായിരുന്നു. ഓശാന പാടിയവർ ഇപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുന്നു. ആ മനസ്സിന്റെ വേദന ആർക്കും അളക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ ചുവടിലും അവിടുന്ന് തളർന്നു. കുരിശിന്റെ ഭാരം താങ്ങാനാകാതെ യേശു മണ്ണിലേക്ക് മുഖം അമർത്തി വീണു. മുട്ടുകൾ തകർന്നു. മുറിവുകളിൽ മണ്ണും പൊടിയും പുരണ്ടു. പടയാളികളുടെ പരിഹാസങ്ങളും ആക്രോശങ്ങളും ചുറ്റും മുഴങ്ങി. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ. താൻ ദൈവപുത്രനായിരുന്നിട്ടും
ഒരു നിസ്സഹായനെപ്പോലെ ആ മണ്ണിൽ കിടന്നപ്പോൾ യേശു അനുഭവിച്ച വിനയം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ പാഠമാണ്. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു വീഴുമ്പോൾ ആ മണ്ണിൽ വീണുകിടന്ന യേശുവിനെ ഓർത്താൽ മതി. നമ്മെ എഴുന്നേൽപ്പിക്കാൻ അവിടുന്ന് കാത്തിരിപ്പുണ്ട്. ആ യാത്രയ്ക്കിടെ യേശു തൻ്റെ അമ്മയെ കണ്ടുമുട്ടി. ആ കൂടിക്കാഴ്ച വാക്കുകൾക്ക് അതീതമായിരുന്നു. തൻ്റെ മകൻ ചോരയിൽ കുളിച്ച് മരിക്കാൻ പോകുന്നത് കാണുന്ന ഒരമ്മയുടെ ഹൃദയം എത്രമാത്രം തകർന്നിട്ടുണ്ടാകാം. യേശു തൻ്റെ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. താൻ അനുഭവിച്ച വേദനകളേക്കാൾ തൻ്റെ അമ്മ അനുഭവിക്കുന്ന സങ്കടമായിരുന്നു ആ നിമിഷത്തിൽ യേശുവിനെ തളർത്തിയത്. അമ്മേ, ഞാൻ എല്ലാം പുതിയത് ആക്കുന്നു എന്ന് യേശുവിൻ്റെ കണ്ണുകളാൽ മന്ത്രിച്ചിട്ടുണ്ടാകണം. അമ്മയുടെ സാന്നിധ്യം യേശുവിന് ആശ്വാസവും അതോടൊപ്പം തന്നെ വലിയൊരു നോവുമായിരുന്നു. സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവ വഴിയരികിൽ നിന്ന് കരയുന്ന സ്ത്രീകളെ കണ്ടപ്പോൾ സ്വന്തം മരണം മുന്നിൽ നിൽക്കുമ്പോഴും യേശു അവർക്ക് വേണ്ടി മനസ്സ് തുറന്നു. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. തൻ്റെ അവസാന ശ്വാസം വരെയും മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാനാണ് യേശു ശ്രമിച്ചത്. ഗൊൽഗോഥായുടെ മുകളിൽ, ഒടുവിൽ തലയോട്ടിയിടം എന്ന് വിളിക്കപ്പെടുന്ന ആ കുന്നിൻ മുകളിൽ യേശു എത്തിച്ചേർന്നു. ആ യാത്രയുടെ അവസാനം മരണമാണെന്ന് യേശുവിന് അറിയാമായിരുന്നു. വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച ലജ്ജയും കൈകാലുകളിൽ ആണികൾ തറച്ചപ്പോൾ അനുഭവിച്ച തീക്ഷ്ണമായ വേദനയും യേശു സ്നേഹത്തോടെ സ്വീകരിച്ചു. ഗൊൽഗോഥായിലേക്കുള്ള യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഓരോ കുരിശുകളിലും, അതായത് നമ്മളിലെ ഓരോ വിഷമങ്ങളിലും ഒറ്റയ്ക്കല്ല നാം കുരിശുകൾ ചുമക്കുന്നത്. ആ പാതയിൽ യേശുവിൻ്റെ കാൽപ്പാടുകൾ നേരത്തെ തന്നെ പതിഞ്ഞിട്ടുണ്ട്. നാം തളരുമ്പോൾ യേശു കൂടെയുണ്ട്. നട്ടുച്ച നേരമായിരുന്നിട്ടും സൂര്യൻ തൻ്റെ പ്രകാശം പിൻവലിച്ചു. ഭൂമി ഇരുട്ടിൽ ആണ്ടു. ആ ഇരുട്ടിൽ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി സ്നേഹത്തിൻ്റെ ബലിയായി മാറിയ ക്രിസ്തുവിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. പരുക്കൻ മരക്കുരിശിൽ യേശുവിൻ്റെ കൈകളിലും കാലുകളിലും ഇരുമ്പാണികൾ തറച്ചു കയറ്റി. കുരിശ് ഉയർത്തിയപ്പോൾ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും ആ ആണികളിൽ തൂങ്ങി നിന്നു. ഓരോ ശ്വാസത്തിനും വേണ്ടി അവിടുന്ന് പിടഞ്ഞു. ശാരീരികമായ വേദനകളേക്കാൾ അവിടുത്തെ മനസ്സിനെ പൊള്ളിച്ചത് ചുറ്റും നിന്നവരുടെ പരിഹാസമാണ്. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരൂ എന്ന് അവർ ആക്രോശിച്ചു. എന്നാൽ ലോകത്തെ രക്ഷിക്കാൻ യേശു ആ പരിഹാസങ്ങൾ സഹിച്ച് കുരിശിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി യേശു ആദ്യം പറഞ്ഞ വാക്ക് ഇതായിരുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ. തന്നെ കൊല്ലുന്നവരോട് പോലും ക്ഷമിക്കാൻ കഴിയുന്ന വലിയ സ്നേഹമാണ് കുരിശിലെ ബലിയുടെ കാതൽ. ആ ഒരു വാചകം ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. കുരിശിൻ ചുവട്ടിൽ വാളാൽ മുറിവേറ്റ ഹൃദയവുമായി തൻ്റെ അമ്മ നിൽക്കുന്നത് യേശു കണ്ടു. തൻ്റെ മരണം അമ്മയെ എത്രമാത്രം തകർക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. മരണവേദനയ്ക്കിടയിലും അമ്മയ്ക്ക് ഒരു തുണയുണ്ടാകണമെന്ന് യേശു ആഗ്രഹിച്ചു. യേശു തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ നോക്കി പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയെ നോക്കി പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അങ്ങനെ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി മറിയത്തെ യേശു നൽകി. 3 മണിയായപ്പോൾ യേശു വലിയ ശബ്ദത്തിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പാപത്തിൻ്റെ ഭാരം പേറുമ്പോൾ അനുഭവിക്കുന്ന ഭീകരമായ ആത്മീയ ഏകാന്തതയായിരുന്നു അത്. ദൈവം പോലും തന്നെ കൈവിട്ടതുപോലുള്ള ആ നിമിഷം സങ്കടപ്പെടുന്ന ഓരോ മനുഷ്യനും വേണ്ടിയാണ് അവിടുന്ന് അനുഭവിച്ചു തീർത്തത്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ അവസ്ഥയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയായിരുന്നു ആ വിളി. ദാഹത്താൽ യേശുവിൻ്റെ നാവ് വരണ്ടുണങ്ങി. യേശു പറഞ്ഞു, സകലവും പൂർത്തിയായി. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി പിതാവ് ഏൽപ്പിച്ച ദൗത്യം അവിടുന്ന് സ്നേഹത്തോടെ പൂർത്തിയാക്കി. അവസാന ശ്വാസത്തിൽ അവിടുന്ന് മന്ത്രിച്ചു, പിതാവേ, അങ്ങയുടെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. തലചായ്ച്ച് അവിടുന്ന് പ്രാണൻ വെടിഞ്ഞപ്പോൾ ഭൂമി കുലുങ്ങി. ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറി. പ്രകൃതി പോലും തൻ്റെ നാഥൻ്റെ മരണത്തിൽ തേങ്ങി. കുരിശിലെ ബലി എന്നത് ഒരു തോൽവിയല്ല, മറിച്ച് സ്നേഹം മരണത്തേക്കാൾ ശക്തമാണെന്ന് തെളിയിച്ച നിമിഷമാണ്. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും പരാജയങ്ങളും ആ കുരിശിൻ ചുവട്ടിൽ വയ്ക്കുമ്പോൾ അത് പുതിയൊരു ജീവനായി മാറും. ഇത്രയും കേൾക്കുമ്പോൾ
നമ്മുടെ ഹൃദയത്തിൽ ഒരാളോടെങ്കിലും ക്ഷമിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ദുഃഖവെള്ളിയുടെയും ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെയും യഥാർത്ഥ വിജയം. ക്ഷമിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. ക്ഷമിക്കുന്നവൻ വലിയവനാകുന്നു എന്നാണ് ക്രിസ്തു നൽകിയ പാഠം.